അപ്പൊ ഫിലിപ്പിയ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആമേൻ. നാലാമത്തെ എപ്പിസോഡാണ്. സ്തോത്രം. ആമേൻ. ആമേൻ. അപ്പൊ ഈ ഛേദം എണ്ണി കഴിഞ്ഞു, എണ്ണിയിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണേ, ഞാൻ ക്രിസ്തുവിനെ നേടണം. ചിന്തിച്ചോണേ, നല്ലോണം ചിന്തിക്കണേ, നമ്മുടെ ബുദ്ധിയോട് ചിന്തിക്കണേ. ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ കർത്താവ് തരുന്നത് ആത്മാവിൽ ഇത് ചിന്തിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് പോകണം ഇവിടെ നിന്ന് പോകാൻ. ഇതുവരെ നേടിയില്ലേ? ഈ ഛേദം എണ്ണി കഴിഞ്ഞു, ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വേളയിൽ എന്തെങ്കിലും കിട്ടിയാൽ അതും എണ്ണുന്നു, കാര്യമൊക്കെ ശരി. പക്ഷെ ക്രിസ്തുവിനെ നേടണം. ആ പറയുന്നതിന്റെ സാരാംശം, അവസാന ശ്വാസം വരെയും കർത്താവിനെ വിശ്വസ്തയോടെ പിൻപറ്റിയാൽ മാത്രമേ ക്രിസ്തുവിനെ നേടി എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഓട്ടക്കളത്തിലാണ് ക്രിസ്തുവിനെ നേടേണ്ടതിനും. അടുത്ത ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതിയല്ല, വിശ്വാസത്താലുള്ള നീതി തന്നെ എനിക്ക് കിട്ടണം. മതി അത്ര നിൽക്കട്ടെ, പിന്നീട് വായിക്കണം. ക്രിസ്തുവിനെ നേടണം. ന്യായപ്രമാണത്തിലെ നീതി സ്വന്തം നീതിയാണ്, പ്രവൃത്തി ചെയ്താൽ നീതീകരണം. ഇവിടെ അതല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്തൃത്വം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം ലഭിക്കും. വിശ്വാസത്താൽ നീതീകരണം. റോമർ 5:1 വാക്യം ഒന്ന് വായിക്കാം. വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതിന് ഒരു കൂട്ടുവാക്യം. റോമർ 5:1. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അപ്പൊ നീതീകരണം വിശ്വാസത്താലാണെന്ന് പൗലോസ് കൂടെ പഠിപ്പിക്കും. വിശ്വാസത്താൽ നീതീകരണം. ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതീകരണം അതെനിക്ക് വേണ്ട. ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതി എൻ്റെ സ്വന്തം നീതിയാണ്, അത് വേണ്ട. ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി തന്നെ ലഭിച്ച്, അപ്പൊ ആ നീതി ലഭിക്കണം. അടുത്ത നീതി ലഭിച്ചിട്ട് എന്ത് ചെയ്യണം? അവനിൽ മതി അവനിൽ ഇരിക്കേണ്ടതിന് ക്രിസ്തുവിലിരിക്കണം. നിങ്ങളെ ശ്രദ്ധിക്കണേ, ക്രിസ്തുവിനെ നേടണം, വിശ്വാസമുള്ള നീതി ലഭിക്കണം, ക്രിസ്തുവിലിരിക്കണം. അപ്പൊ ഇതുവരെ ഇരുന്നില്ലേ? ഇരിക്കണം, ക്രിസ്തുവിനെ നേടണം. ഇത് പറയുന്നതിൻ്റെയൊക്കെ അന്ത്യം ലഭിക്കുന്ന പ്രമാണം അവസാനം വരെയും അനുസരിച്ച് ജീവിച്ചാലേ ഇത് കിട്ടത്തുള്ളൂ. ഇത് അവസ്ഥയിലേക്ക് നമുക്ക് വരത്തുള്ളൂ. അതാ പൗലോസ് അങ്ങനെ പറയുന്നത്. അടുത്ത വാക്യം. മതി അവിടെ നിൽക്കട്ടെ. അടുത്ത വാക്യം. അവന്റെ മരണത്തോട് എന്ത് ചെയ്യണം? നടക്കുന്ന കാര്യമാണ്. ദേവദാസന്മാരെ ചിന്തിക്കുക. കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോവുക. കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും ഞെരുക്കത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിലൂടെ യാത്ര ചെയ്യുക. അതായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം. ഈ രോഗങ്ങളൊക്കെ നമുക്ക് വരുന്നതിന്റെ കാരണം എന്താ? ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു. ഉണ്ടോ? വാക്യമുണ്ടോ? രോഗം ശീലിച്ചവനായിരുന്നു. നമുക്കിപ്പോ രോഗം വരുമ്പോ വിചാരിക്കുന്നു. അതിന്റെ അർത്ഥം വിവരക്കേടെന്നല്ലാതെ. ഒരു പ്രായമൊക്കെ ആകുമ്പോൾ രോഗങ്ങൾ പിടിക്കും, പ്രയാസങ്ങൾ വരും. രോഗം കൊണ്ടുവരുന്ന പിശാചാണെന്ന് പറഞ്ഞ് പിശാചിനെ ജാതിച്ച് പല്ല് പോകാന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ല. കർത്താവ് രോഗം ശീലിച്ചവനായിരുന്നെങ്കിൽ നീയും രോഗശീലിച്ചവനായിരിക്കേണ്ടി വന്നേക്കും. എല്ലാവർക്കും അത് വരണമെന്നൊന്നുമില്ല. നമ്മൾക്ക് രോഗം വരുമ്പോൾ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് അങ്ങനെ രോഗം ശീലിച്ചവനായിരിക്കുന്ന അവസ്ഥ. അതിനാണ് ഇവിടെ പൗലോസ് പറയുന്നത്, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവിന്റെ അതിനെന്താ പൗലോസ് ഇവിടെ പറയുന്നത്? കർത്താവിന്റെ അല്ല, വാക്യം അങ്ങനെയാണ്. അവരുടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. അടുത്ത ഇങ്ങനെ വല്ല വിധേനയും
മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. തന്റെ ആഗ്രഹം അതാണ്. നിക്കട്ടെ 7 കാര്യങ്ങൾ 7-8 കൂട്ടം കാര്യങ്ങൾ പൗലോസ് വിട്ടത്. അതായത് 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റ അവസ്ഥ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം നീതി സംബന്ധിച്ച് അനിന്യൻ, ഇതെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു, എണ്ണിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇത് എണ്ണിയതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താ? എനിക്ക് ക്രിസ്തുവിനെ നേടണം, വിശ്വാസത്താലുള്ള നീതി ലഭിക്കണം, ഹല്ലേലൂയ, ക്രിസ്തുവിൽ ഇരിക്കണം, അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയോട് അനുരൂപപ്പെടണം, കഷ്ടായ്മയുള്ള കൂട്ടായ്മ അനുഭവിച്ചറിയണം. ഇങ്ങനെ വല്ലവതിനെയും മരിച്ചു വിടുന്നതിന് പുനരുദ്ധാനം പ്രാപിക്കണം. ഈ പദവികളൊക്കെ വിട്ടത് മരിച്ചു പോയാൽ യാതനാസ്ഥലത്ത് പോകരുത്. അവിടെ നിന്ന് കർത്താവ് വരുമ്പോൾ പുനരുദ്ധാനം പ്രാപിച്ച് വിശുദ്ധന്മാരുടെ സംഘത്തിൽ എനിക്കായിരിക്കണം, മരിച്ചവിടെ പുനരുദ്ധാനം പ്രാപിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ കാഹളം ധരിച്ച് കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുമെന്ന് ശവത്തലക്കൽ വന്ന് നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ആ നടക്കുമോ എന്ന് എന്റെ ചോദ്യം. അതാ എന്റെ കാര്യം. ഈ പൗലൂസിന്റെ കാഴ്ചപ്പാട് ഒപ്പിയെടുക്കണം. അതാ പൗലൂസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ എന്റെ അനുകാരികളാകണം. പൗലൂസ് ഏതെല്ലാം അനുകരിച്ചോ, പൗലൂസ് എന്തെല്ലാം ആഗ്രഹിച്ചോ, പൗലൂസ് എന്തൊക്കെ വിട്ടോ, പൗലൂസിന്റെ കാഴ്ചപ്പാട് എന്തോ അത് നമ്മൾ ഒപ്പിയെടുക്കണം. ചുമ്മാ ഒന്നും കാര്യം നടക്കത്തില്ല. സത്യമായിട്ട് പറയാം, ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിലും രൂപാന്തരം പ്രാപിക്കണമെങ്കിലും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതൊന്നും ആരും പ്രസംഗിക്കുന്നില്ല, അതാരും അനുസരിക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഒപ്പിച്ചുള്ള പോക്ക. ഒരു 3-4 കുട്ടികളെ അവിടെ വീട്ടിലൊന്ന് താമസിച്ചു. കുഞ്ഞുകുട്ടികളാണ്. കുഞ്ഞുകുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ള. ഞാൻ വെച്ച് പറയുന്നത് എന്താ വെച്ച് ആംഗിളെ ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ വെച്ച് ചോറ് കഴിച്ചു. എന്താണ് തട്ടിക്കൂട്ട് കറി? ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ഇഞ്ചി കഷ്ണം, തക്കാളി 3-4 എല്ലാം കൂടി വെച്ച് 2 മുട്ടയും കൂടി വേവിച്ച് അതിന് വീട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് കറി. ഈ തട്ടിക്കൂട്ട് കൊണ്ട് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല, തട്ടിക്കൂട്ടല്ല ഇത് പ്രമാണം അനുസരിച്ച് ജീവിക്കണം. സാമ്പാസ് കുറെ പ്രസംഗിച്ചാണ്. ഒരു 5000 മെസ്സേജ് മൊബൈലിൽ കിടപ്പുണ്ട്. അവനെ കൂടെ കയറ്റിവിടുക. ഒരു രക്ഷയില്ല. എനിക്കാ കൂടുതൽ അടി. എനിക്കാ ഞാൻ പഠിച്ചു വന്നപ്പോൾ ലൂക്കോസിന് അധികം ഏറ്റുവാങ്ങിയവൻ അധിക ശിക്ഷ. കർത്താവിന്റെ ഉപദേശം ഞാൻ ഏറ്റെടുത്തിട്ട് എനിക്കിഷ്ടം പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാനാണ് കൂടുതൽ അടികൊള്ളുന്നത്. ആ ഭയമാണ് എനിക്കുള്ളത്. വേറെ ഒരു ഭയവും ഇല്ല. ആരും കൊല്ലുമെന്നോ വെട്ടുമെന്നോ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കർത്താവിനെ ഭയപ്പെടുക. ദേഹത്തെ കൊല്ലാൻ കഴിയുന്നതിനെ ഭയപ്പെടണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? ദേഹത്തെയും ദേഹിയും കൊന്ന് നരകത്തിൽ കളയാൻ കഴിവുള്ളവരെ ഭയപ്പെടാനല്ലേ കർത്താവ് പറഞ്ഞത്? ഹല്ലേലൂയ, സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ. ഒന്നുകൂടി അത് വായിക്കുകയാണ്. സ്തോത്രം. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് എല്ലാം ഉപേക്ഷിച്ച് ഷവർ എന്നുണ്ട്. ചവർ. പൗലോസ് ചവർ എന്നെണ്ണുന്നു. ഇത്രയൊക്കെ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് 1 തീമോഥെയോസ് 1:12 കർത്താവിന്റെ വിശ്വസ്തൻ എന്നെണ്ണി. കർത്താവിന്റെ വിശ്വസ്തൻ എന്നെണ്ണി. എന്താ കാര്യം? പൗലോസ് ഈ ലോകത്തിന്റെ ചപ്പും ചവറും ചവറാണ്, ഗുണമില്ല എന്ന് പലതിനെയും എണ്ണിക്കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വിശ്വസ്തൻ എന്നെണ്ണി കർത്താവിന്റെ ശുശ്രൂഷ അവനെ ഏൽപ്പിച്ചു. എത്ര പാസ്റ്റർമാർക്ക്, എത്ര ശുശ്രൂഷകന്മാർക്ക് ഈ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊന്നും അങ്ങനെ ആയെന്നൊന്നും ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ ആ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് പ്രാപിക്കാൻ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത 12-ാം വാക്യം നമുക്ക് പെട്ടെന്ന് നിർത്താം. 4 ക്ലിപ്പിൽ നിർത്തണം ഇത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. ലഭിച്ചു കഴിഞ്ഞു വന്നു. തികഞ്ഞവനായെന്നുമല്ല, വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. പൗലൂസ് പോലും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലഭിച്ചു കഴിഞ്ഞു വന്നോ, കർത്താവിൽ നിന്നെല്ലാം കിട്ടിക്കഴിഞ്ഞെന്നോ.
ഞാൻ തികഞ്ഞവനായെന്നോ അല്ല. നമ്മളെല്ലാവരും എങ്ങനെയാ? കർത്താവിന് എല്ലാ അനുഗ്രഹം കിട്ടും. ഇല്ല തോലെ എനിക്ക് കിടക്കാൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആത്മീക ഗോളത്തിലുള്ളവര്, ആത്മീകന്മാരെന്ന് അഭിമാനിക്കുന്നവര് ദാരിദ്ര്യത്തിന്റെ കുഴി കിടക്കുക. കാരണം ആത്മീയ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല. ഭൗതികമായി വാരിക്കോരി പ്രാപിക്കുന്നുണ്ട്, ആത്മീയ അനുഗ്രഹം കിട്ടുന്നില്ല. അത് കിട്ടാനായിട്ട് വ്യവസ്ഥ പ്രകാരം ദൈവത്തിൽ ചെല്ലണം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ടി വന്നു. ആ പഠനം നടത്തേണ്ടി വന്നപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് കിട്ടുന്നതെന്ന് അനുഗ്രഹം കിട്ടുന്നതെന്ന് വചനത്തിലൂടെ പഠിച്ചപ്പോൾ എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം, യെശയ്യാ 1. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുഴഞ്ഞു കിടക്കുന്ന ആത്മീയ ഗോളത്തിലുള്ളവർക്ക് ഇതാ ദൈവവചനത്തിലൂടെ ഒരു പ്രബോധനം. 1:15 മുതൽ ഞാൻ വായിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ വായിച്ചു. ആമേൻ. 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 മതി മതി. പ്രാർത്ഥിക്കേണ്ടതിന് വ്യവസ്ഥയുണ്ട്. 2 ദിനവൃത്താന്തം 7-ാം വാക്യം എടുക്കണേ, ഞാൻ പറയാം. 2 ദിനവൃത്താന്തം 7:14 എന്താ അങ്ങനെയാ വാക്യം ഒന്ന് പറഞ്ഞ് ആർക്കെങ്കിലും അറിയാവുന്നവർ പറഞ്ഞു. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കണം. അപ്പൊ എന്റെ നാമം വിളിച്ച് എന്റെ ജനം എന്തിനും തങ്ങളെ താഴ്ത്തണം, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം, ആകാത്ത വഴികളെല്ലാം വിടണം, ദൈവവിധമില്ലാത്ത അവസ്ഥകളെല്ലാം മാറണം. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന കേൾക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് പോലും ഡോക്ട്രിനുണ്ട് പുസ്തകത്തിൽ. പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥകളുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉപദേശമുണ്ട്. ഇതാരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. വിശ്വാസികളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ അതിന് മുൻപായി അവരുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ അവരെ പഠിപ്പിക്കണം. ഒരു യഹൂദനോട് കർത്താവ് എന്താ പറഞ്ഞത്? നീ ദേവാലയത്തിൽ പോകാൻ കൊള്ളാം, പ്രാർത്ഥിക്കാനൊക്കെ ആ യാഗവസ്തു അവിടെ കൊണ്ട് വെക്കാൻ പറയും. വെക്കേ പോയി സഹോദരനോട് നിരതോളാം, എന്നിട്ട് മതി യാഗം കഴിക്കേ. ഇന്നത്തെ പ്രാർത്ഥനകളൊക്കെ നിരപ്രാപിച്ചിട്ടാണോ ചെയ്യുന്നത്? ഇന്നത്തെ ആത്മീയഗോളം അങ്ങനെയാണെങ്കിൽ ആത്മീയഗോളം എത്ര നന്നായി തന്നെ. ദൈവവ്യവസ്ഥ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പ്രമാണം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്ന കേൾക്ക്, സ്തോത്രം. ലഭിച്ചു കഴിഞ്ഞു വന്നു, തികഞ്ഞവനായെന്നോ അല്ല. കുറവുകളുണ്ട് പൗലോസിൽ, കുറ്റങ്ങളുണ്ട് പൗലോസിൽ. സ്തോത്രം. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിനാൽ ഞാൻ എന്ത് ചെയ്തു? പിടിക്കും. അടുത്ത് ഞാൻ എന്ത് ചെയ്യണം? വായിച്ചേ. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ, ചിന്തിച്ചേ. കർത്താവിനെ പിടിച്ചോ, ഇനി കർത്താവിനെ എനിക്ക് പിടിക്കണം. അതിനെന്ത് ചെയ്യണം? ടേംസ് ആൻഡ് കണ്ടീഷൻ, വ്യവസ്ഥകൾ. ഉടമ്പടിയുടെ ദൈവമാണ്. ഉടമ്പടി പ്രകാരമല്ലാതെ ദൈവത്തിനടുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വ്യവസ്ഥകളാകുന്ന ഉടമ്പടികൾ നാം അനുസരിക്കാതെ ദൈവത്തെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുകയാണ്. അങ്ങനെ പിന്തുടരുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ കുറവുകളെ കുറ്റങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ഞാൻ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിനെ. ഇതാണ് പൗലോസ് ചെയ്തത്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുയേശുവിനാൽ ലഭിച്ചു കഴിഞ്ഞു വന്നു, തികഞ്ഞവനായെന്നോ അല്ല. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുകയാണ്. അടുത്ത സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ അവിടെ നിൽക്കണ പാസ്റ്റർ, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഈ പൗലോസ് എന്താ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് പഠിക്കണം. ഒന്ന് ഞാൻ ചെയ്യുന്നു. ആ ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് പിമ്പിലുള്ളത് മറക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള പാപത്തിന്റെ പ്രവൃത്തികളും ചിന്തകളും ഇടപാടുകളെല്ലാം ഞാൻ മറക്കുന്നു. ശരിയല്ലേ? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല ചില സമയത്ത്. പാടില്ല, തെറ്റാണ്. ഇതെല്ലാം മറന്നേക്കണം.
ഇസ്രായേൽ മക്കള് പിറുപിറുക്കാനുള്ള കാരണം എന്താ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. 100% പണ്ട് അവിടെ തിന്നുകൊണ്ടിരുന്ന ചെറ്റുള്ളിയും ചേത്തുള്ളിയും മറ്റുള്ളിയും മറിച്ചുള്ളിയും എല്ലാം കൂടി തിന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ മഞ്ഞ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് അവിടെ എന്തുണ്ട്? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത്തിക്കലങ്ങളുടെ അടുക്കലിരിക്കുക, മുന്തിരി പതിവ്. ഇവിടെ എന്താ മഞ്ഞ? ഈ മഞ്ഞയെക്കുറിച്ച് പുസ്തകം പഠിക്കുന്ന ഈ വെളിവെട്ടവന്മാർക്ക് അറിയാമായിരുന്നു. മഞ്ഞയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ എന്താ പറയുന്ന? പറഞ്ഞേ. സ്വർഗീയ മന്ന, ശക്തിമാന്മാരുടെ അപ്പം, സ്വർഗത്തിലെ ദൈവം പൊടിച്ചു കൊടുത്തത്. കർത്താവ് ആ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അപ്പം തന്നത് മോശയല്ല, എന്റെ പിതാവാ തന്നതെന്ന്. യവന്മാര് വെച്ചിരിക്കുക മോശ തന്നെന്ന് പറഞ്ഞിരിക്കുക. ഇതുപോലൊരു ഗുണം പിടിക്കാത്ത ജാതിയായി യഹൂദ ജാതി പോകേണ്ട കാരണം എന്നത് അത്ര നന്ദി കെട്ടവരായി. സ്വന്തം കുഞ്ഞുങ്ങളെ അന്യ ദേവന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് വലിയ തീക്ക് അഗ്നിക്കരയാക്കി കൊടുത്തു ദൈവത്തെ പ്രസാദത്തിന് വേണ്ടി. കനോന്യൻ, അമേർ, രഹസ്യർ, ഹിബൂസ്യർ, പെരിസ്യർ എന്ന് വേണ്ട ജാതികളായ ഒരു വലിയ കൂട്ടം വിഗ്രഹാരാധികളുടെ കൂടെ പോയി ഇവർ പോകുന്ന ദേശത്ത് അതൊരു വലിയ പഠനമാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. നിങ്ങൾ പോകുന്ന ദേശത്തുള്ള ഹിത്യർ, പെരിസ്യർ, യെബൂന്യർ, കനാന്യർ, മൊവാബ്യർ അവരെയൊക്കെ എന്ത് ചെയ്യണം? പിടിച്ച് വിശുദ്ധ ചുംബനം ചെയ്യണം. അങ്ങനെയാണോ? അവരെ കൊന്നുകളയണമെന്ന് ആചരിക്കരുത് പോട്ടച്ചായ. ആ പോകുന്ന ദേശത്തുള്ള ജാതികളെ കൊന്നുകളയണമെന്ന്. ഇപ്പൊ ഇതൊരു വലിയ ഡിബേറ്റിന്റെ അടുത്ത് പ്രസംഗിക്കുക. എന്താ ദൈവം കൊല്ലാൻ പറഞ്ഞ എന്തിനാ? ഒരുത്തനെ പോലെ കണ്ടോ ഓരോരുത്തരെ പോലെ ചെയ്യാൻ എല്ലാത്തിനെയും കൊന്നുകളെ. എന്താ കാര്യം? ഇത്തുങ്ങൾ അത്ര ഗുണം പിടിക്കാത്തവരാണ്. ഇവര് ഒരുത്തനെങ്കിലും ജീവിച്ചിരുന്ന അവൻ ചെയ്യുന്നതൊക്കെ ഇവർ ചെയ്തോട്ടെ. അതുകൊണ്ടാണ് ഒരുത്തനെയും വെച്ചേക്കുന്നത്, എല്ലാത്തിനെയും തട്ടിയേക്കണം. ഈ പലസ്തീൻ നാട്ടിലെ ഈ ഹാമസിനെയൊക്കെ ഇവർ നിർമൂലനം ചെയ്ത്, ഇസ്രയേൽ നിർമൂലനം ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാം? ഈ ചിന്ത ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒരു ദൈവം അവർക്ക്. October 7, 23 ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? യഹൂദ കുഞ്ഞുങ്ങളെ പിടിച്ചിങ്ങനെ പൊക്കി കാണിച്ചിട്ട് തീ വെച്ച് ചുട്ടു, കത്തി കുത്തിയിറക്കി അവരുടെ വയറ്റത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ബെന്യാമിൻ അവരുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇതാണ്, ആ കാഴ്ചകൾ അന്നഹം തന്നെയാ പറഞ്ഞു. ആ കാഴ്ചകൾ എൻ്റെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? മറയുന്നില്ല. വായിച്ചല്ലേ? മറയുന്നില്ല. ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് മറയുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നത് ഞങ്ങൾ മറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണത്തെ വെച്ചേക്കത്തില്ല. ഞങ്ങൾ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരെണ്ണത്തെ. അതാണ് അവരുടെ രീതി. എനിക്ക് ദുഃഖമുണ്ട്. ഏത് ജാതിയിൽപ്പെട്ട, ഏത് ഗോത്രത്തിൽപ്പെട്ട, ഏത് ഭാഷയിൽപ്പെട്ട, ഏത് വംശത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിലും മരിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. ശരിയാണ്. പക്ഷെ അവരുടെ രീതി അതാണ്. യഹൂദൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്ത് പഠിച്ചാൽ ഇവർ ദേശം വെട്ടിപ്പിടിച്ച് ചെല്ലുമ്പോൾ എടുത്ത് വായിക്കാൻ്റെ മുമ്പിൽ സമയമില്ല, പെട്ടെന്ന് തീർക്കണം. 1 മണിയാകുമ്പോൾ തീരണം മെസ്സേജ്. അവരെന്താ ചെയ്യണമെന്നറിയാം? അവർ വെട്ടിപ്പിടിക്കാനുള്ള ദേശത്ത് വന്നു കഴിയുമ്പോൾ ആ ദേശനിവാസികൾ പറയുന്നത്, നിങ്ങളെ നിമിത്തം ഞങ്ങളുടെ ഹൃദയം ഉരുകി പോവുക. നിങ്ങൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഉരുകിയാണ്. യഹൂദൻ ഈ ഘോഷയാത്ര പോകുമ്പോൾ യഹൂദൻ എവിടെ നിൽക്കണം? ഏറ്റവും മുമ്പിൽ. യഹൂദാഗോത്രം മുമ്പിൽ. യഹൂദാഗോത്രം ജയിച്ചവനാണ്, ജയിക്കാനായിട്ട് ജനിച്ചവനാണ്. നമ്മൾ ആരാ? ആത്മീയ യഹൂദ ഇസ്രായേൽ മക്കളാണ്. നമ്മൾ ആത്മീയ ഇസ്രായേൽ മക്കളാ. അവർ ആക്ഷരിക ഇസ്രായേൽ, നമ്മൾ ആത്മീയ ഇസ്രായേലാ. നമ്മൾ ജയിക്കാനായിട്ട് പുറപ്പെട്ടവരാ. അവരെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തെങ്കിൽ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. അവർക്ക് കൊടുത്ത, ദൈവം കൊടുത്ത ഉടമ്പടി ഏത് നിലയിലായിരുന്നു? ഒരു ചെറിയൊരു പഠനം പെട്ടെന്ന് പറഞ്ഞു പോകാം. അവിടെ ഉടമ്പടി ഏതായിരുന്നു പറയാം? രക്തമാണ്. ആരുടെ രക്തം? അവരുടെ ഉടമ്പടി കുഞ്ഞാടിന്റെ ഈ പുതിയ നിയമം ചൊല്ലുന്ന ഈ രക്തത്താലുള്ള ഉടമ്പടി. പുതിയ നിയമ രക്തത്തിന്റെ ഉടമ്പടികളാണ് നമ്മൾ. പുതിയ നിയമ രക്തം കൊടുത്താണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. പുതിയ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. അതാണ് പുതിയ നിയമ വിശ്വാസിയുടെ വില. യഹൂദനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ് നമ്മൾ. കർത്താവിന്റെ ചങ്കിലെ ചോരയുടെ വിലയാണ് നമ്മൾ. അവിടെ ആടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കുമ്പോൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്.
പഴയ നിയമത്തിലെ പല ഉടമ്പടികളും ഇന്ന് പ്രമാണം. ഈ ലോകത്തിലുള്ള പല ഉടമ്പടികൾ, സദാം ഹുസൈനെ തൂക്കിക്കൊല്ലണം, ഒരു അറബി ലീഡർ എന്ത് ചെയ്തു, പശു കൊണ്ടുവന്ന് വെച്ചിങ്ങനെ എഴുതി തൂക്കിക്കൊല്ലാൻ സംബന്ധിച്ചു, പശു കൊണ്ട് എഴുതില്ല. എന്നാൽ നമ്മളെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തം കൊണ്ടാണ്. മഷി കൊണ്ടാണ് പല ഉടമ്പടികളും ചെയ്യുന്നത്, മൃഗങ്ങളുടെ രക്തം കൊണ്ടാണ് പല ഉടമ്പടികളും ചെയ്യുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്തത് തൻ്റെ പുത്രന്റെ രക്തം കൊണ്ടാണ്. ഓ ഹല്ലേലൂയ! തൻ്റെ പുത്രന്റെ ഓമനകുമാരന്റെ രക്തം കൊണ്ട്, യേശു ക്രിസ്തു ക്രൂശിൽ ഒഴുക്കിയ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. നമ്മളെ ദത്തെടുത്തിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. സ്വോത്രം, 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 സ്വോത്രം. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി അവൻ മുടക്കി. ഹല്ലേലൂയ! ആ രക്തത്തിന്റെ വിലയാണ് പൗലൂസ് പല വചനഭാഗങ്ങളിലും എഴുതി നമുക്ക് കാണാൻ കഴിയും. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇവിടെ പിമ്പിലുള്ളതൊക്കെയും മറന്ന് മുൻപിൽ വേണ്ടി ആഞ്ഞ് പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ! കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എത്ര പേര് കേട്ടു അത്? ആ മെസ്സേജിന്റെ കുറിവാക്യം എന്തായിരുന്നു? ആകയാൽ നാമം സാക്ഷികളിൽ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇവിടെ ഇതാ ഓട്ടം, ഇവിടെ ഓട്ടം വന്നിരിക്കുക അല്ലേ? ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു, ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ഏതാണ് ലാക്ക്? ഏതാണ് ലക്ഷ്യം? സ്വർഗരാജ്യം, ദൈവരാജ്യം. പൗലോസ് അപ്പോസ്തലന്റെ പ്രവൃത്തി പുസ്തകത്തിലെ അവസാനത്തെ 2 പദങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായി. ദൈവരാജ്യം പ്രസംഗിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോകുന്നു. ദൈവരാജ്യം പ്രസംഗിച്ചും സ്വർഗരാജ്യം പ്രസംഗിച്ചും ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോകുന്നു. എന്താ ഇത് മാസന്മാരാ ചെയ്യാതെ? പൗലോസ് അത് ചെയ്തെങ്കിൽ, ശിഷ്യന്മാരത് ചെയ്തെങ്കിൽ, നമ്മൾ എന്തുകൊണ്ട് മറ്റൊന്ന് പ്രസംഗിക്കണം? ലോകത്തിന്റെ ഭൗതികം എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ലോകത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് വാരിക്കോരി എന്തുകൊണ്ട് മറ്റുള്ളവർ പ്രസംഗിക്കുന്നു? ഹല്ലേലൂയ! വേണ്ട, ദൈവരാജ്യം പ്രസംഗിക്കുക, ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കുക. കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷനിൽ പ്രധാനമായിട്ടുള്ളത് ഞാൻ എപ്പോഴും പ്രസംഗിക്കാറുള്ളത്, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മത്തായി 28:20, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് മോശ കൽപ്പിച്ചതല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് ഓൾ നേഷൻ, സകല ജാതികളെയും ശിഷ്യരാക്കി. ഹല്ലേലൂയ! സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ചില മാർമിക സത്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ശിമ്യോന്റെ പ്രാർത്ഥന അറിയാവുന്നവരടുത്തെന്ന് പറഞ്ഞേ. ശിമ്യോന്റെ പ്രാർത്ഥന ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. ലൂക്കോസ് 2. അത് തന്നെ, അതെ. അതൊന്ന് വായിച്ചാൽ മതി. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൽ ആ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ശിമ്യോൻ പറയുന്നത് ഇന്ന് നമ്മളൊക്കെ മറന്നുപോയോ എന്ന് എനിക്കൊരു ചിന്തയുണ്ട്. ഹല്ലേലൂയ! ഇപ്പോൾ നാഥാ, നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി. 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ. അവിടെ നിൽക്കട്ടെ. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണിക്കാൻ പറ്റുമോ? സജിപാസെ, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. അപ്പൊ യേശുക്രിസ്തു യഹൂദനെ രക്ഷിക്കാനായിട്ടാണ് വന്നത്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ യേശുക്രിസ്തു എങ്ങോട്ട് തിരിഞ്ഞു? ജാതികളിലേക്ക്. ഏതെങ്കിലും ഒരു ജാതിയാണോ? ഇവിടെ വായിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ! അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും രചനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷ. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ യഹൂദന്റെ രക്ഷയല്ല,
സകല ജാതികൾ, ഓൾ നേഷൻസ്. 200 രാജ്യങ്ങളുണ്ടെങ്കിൽ 200 രാജ്യങ്ങളിലുള്ള രാജ്യത്തിലുള്ള അതിന്റെ തലവന്മാർക്കും അവിടെയുള്ള ജനത്തിനും എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. അതുകൊണ്ടാണ് സുവിശേഷം ഓൾ നേഷൻസ്, എല്ലാ രാജ്യങ്ങളിലും പ്രസംഗിക്കുന്നത്. അത് പിശാചിന് ഇഷ്ടമല്ല. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് മാനവജാതിക്ക് ലഭിക്കേണ്ടത്. അത് സുവിശേഷം പ്രസംഗിച്ചാൽ, സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ അത് ജാതികൾക്ക് കിട്ടും. അങ്ങനെ കിട്ടരുതെന്നാണ് പിശാചിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് പ്രതികൂലങ്ങൾ പിശാച് ഉയർത്തിവിടുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ആ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവശക്തി പ്രാപിച്ച്, ദൈവകൃപ പ്രാപിച്ച് നമ്മുടെ ശക്തിയോടെ ആ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുമ്പോഴാണ് ജനം വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നത്. 2:10 വായിച്ചാട്ടെ. ലൂക്കോസ് 2:10. ദൂതനവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനോടുള്ള രക്ഷ ആർക്കൊക്കെ വേണ്ടിയാണ്? സർവജനത്തിന്. ഈ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തത്, ആ വീണ്ടെടുപ്പ് നമുക്കാർക്കും ഉള്ളതല്ല. മനസ്സിലാക്കണം. അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പും രക്ഷയും സർവ്വജാതികൾക്കും വേണ്ടിയുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പ്രമാണം നമ്മൾ സർവ്വലോകത്തോട് പ്രസംഗിക്കണമെന്ന് പറയുന്നത്. അതിന് ന്യായപ്രമാണം പാടിക്കൊണ്ടിരുന്ന കാര്യം നടക്കില്ല. പിശാചിന്റെ ചതിയാണത്, മനസ്സിലാക്കുക. സർവ്വജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. അവിടെ മൃഗങ്ങളുടെ രക്തം കൊണ്ട് വീണ്ടെടുപ്പും ഉടമ്പടിയും നടക്കുമ്പോൾ, ഇവിടെ പുതിയ നിയമത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് വീണ്ടെടുപ്പ്. ഉടമ്പടി മുഴുവൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്തുകൊണ്ടോ സാത്താൻ അത് തിരിച്ചു വിട്ടിരിക്കുക. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആധിക്യ നിമിത്തം കണ്ണുകൾ നിറഞ്ഞു പോകും. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ പഴയ നിയമത്തിൽ വരുമ്പോൾ യഹൂദനെ മാത്രം സ്നേഹിച്ചു. അവർക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ അയച്ചു. അവർ പറഞ്ഞ്, ഇവരെ ഞങ്ങൾക്ക് വേണ്ട, തള്ളിക്കളഞ്ഞു. അപ്പോൾ ആ രക്ഷ ജാതികളിലേക്ക് വന്നുമാണ് റോമാലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ വാർഷിക മർമ്മങ്ങളാണ്. യഹൂദൻ യേശുവിനെ തള്ളിയപ്പോൾ ആ രക്ഷ എനിക്ക് വന്നു, നിങ്ങൾക്ക് വന്നു. നമ്മളെ എഫേസ്യർ 2:2-3 ഒക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ രക്ഷ എങ്ങനെ കൈവന്നു എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിത്തം. യേശു എന്റെയും പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് പിതൃപുത്ര പരിശുദ്ധാത്മാവ് നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ക്രിസ്തുവിന്റെ പ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോഴാണ് രക്ഷാപൂർത്തിയിലേക്ക് നമുക്ക് നടന്നെത്താൻ പറ്റുന്നത്. എബ്രായ ലേഖനത്തിൽ വിശുദ്ധന്മാരുടെ പട്ടിക ഇങ്ങനെ എഴുതി വരുമ്പോൾ പൗലോസ് അവിടെ ഒരു പദം പറയുന്നുണ്ട്, ഇവരെല്ലാവരും രക്ഷാപൂർത്തി പ്രാപിക്കാതെ. എപ്പോഴാണ് അവർ രക്ഷാപൂർത്തി പ്രാപിക്കുന്നത്? കർത്താവിന്റെ വരവിൽ നമ്മളും അവരും ഒരുമിച്ചാണ് രക്ഷാപൂർത്തി. അവരെക്കാൾ ശ്രേഷ്ഠന്മാരാണ് നമ്മൾ. ആനയുടെ ചെവി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആനയുടെ ചെവി ശരീരം ആനയ്ക്ക് അറിയില്ല എന്ന് സാധാരണ ഒരു പഴമൊഴി പറയാറുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നീർക്കോലി പോലുള്ള ഒരുത്തൻ വടിയും കൊണ്ട് ഇങ്ങനെ പറയാം, ഒറ്റ തട്ട് തട്ടിയിട്ട് ആനയുടെ പാട്ടിൽ പോകും. പക്ഷെ അവൻ്റെ ശരീരം അവനെ കാണത്തില്ല. എന്നാൽ ഈ വെളിവ് കെട്ട ജന്തു വേറൊരുത്തം നടന്നു വരുമ്പോഴെങ്കിലും എന്നെ പോലുള്ള ഒരുത്തം പറ്റും എന്ന് കണ്ടവന് വിവേകമില്ല. വിവേകം ആർക്കേ ഉള്ളൂ? മനുഷ്യന് മാത്രമേ ഉള്ളൂ. അറിവുകളുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. വിവേകം കമ്മിങ് ഫ്രം ഗോഡ് എന്നാണ് ജോബ്. ദൈവത്തിൽ നിന്നാണ് വിവേകം വരുന്നത്. അതുകൊണ്ട് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വിവേകവും ജ്ഞാനവും അറിവും കഴിവും പ്രാപ്തിയും. അവർ തേജസ്സിന്റെ കർത്താവിനെ അറിയാതെ പിടിച്ച് ക്രൂശിച്ചു. അത് നിമിത്തം നമുക്ക് ആ രക്ഷ കൈവന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്നു, പിൻപുള്ളതൊക്കെ മറന്ന്
മുൻപ് വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിനായി, പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു, ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ഓടി 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 2 തിമോഥെയോസിന്റെ ലേഖനം വന്നപ്പോൾ പൗലോസ് എന്താ എഴുതി വെച്ചു? ഞാൻ നല്ല പോർപൊരുതു, ഓട്ടം തികച്ചു. അത് പൗലോസിന്റെ സാക്ഷ്യമാണ്. നമ്മളെല്ലാവരും അതുപോലെ ഓട്ടം തികയ്ക്കാതെ നമുക്കങ്ങ് ചെല്ലാൻ പറ്റത്തില്ല. ഓട്ടം ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് തികയ്ക്കുക? ദൈവസഭയുടെ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച് ഓട്ടം തികയ്ക്കണം. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഓട്ടം തികച്ചാലേ നമുക്ക് ദൈവസഭയിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. വാക്യം വായിച്ചാട്ടെ. പിമ്പുള്ളത് മറന്ന് മുൻപ് വേണ്ടി പരമ്പരയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടും. വിരുദിനായി ലാക്കിലേക്ക് ഓടും. നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം വെളിപ്പെടുത്തി തരും വചനത്തിലൂടെ. അല്ലാതെ എനിക്കൊരു വെളിപാട് കിട്ടി അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് വചനത്തിന്റെ ഉള്ളിൽ നിന്നാണ്. അവർ പറഞ്ഞു വെച്ച ഉപദേശത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഉപദേശങ്ങൾ, വചന വെളിപ്പാടുകൾ നമുക്ക് തരും. അതിനപ്പുറം കയറിയാൽ പോയി സംഗതി തട്ടി. അതാണ് ഞാൻ സാധാരണ പറയുക. ബാംഗ്ലൂർ ഒരു കൊച്ചു പയ്യനുണ്ട്. ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്ത് വഴി വെളിപ്പെടുത്തുന്നത്? എന്ത് വഴി വെളിപ്പെടുത്തിയത്? എന്തുവാ പുള്ളിക്ക് വെളിപ്പെടുത്തിയത്? അത് എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തരാൻ പോവാൻ സാധിക്കും. വെളിപ്പെടുത്തുന്നു. സഭയിലെ ദാരിദ്ര്യം മുഴുവൻ മാറ്റാൻ പോവുക, എല്ലാവരെയും സമ്പന്നരാക്കാൻ പോവുക. ഈ സമ്പന്നത എന്താണെന്ന് അറിയണ്ടേ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം അല്ലേ ആത്മീയ സമ്പത്ത്? കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ ആത്മീക സമ്പന്നത പ്രാപിക്കേണ്ടതിനാണ് കർത്താവ് അവിടെ ദരിദ്രനായി. ഇത് നേരെ തിരിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഭൗതിക സമ്പത്ത് അതുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം, അനുഗ്രഹം. അതിനു വേണ്ടിയുള്ള പ്രസംഗങ്ങളും അതിനു വേണ്ടിയുള്ള ഉപദേശങ്ങളും അതിനു വേണ്ടിയുള്ള പഠിപ്പിക്കലുകളും അത് ആത്മീകമല്ല, അത് വൈശാചികമാണെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത 15-ാമത്തെ വാക്യം വായിച്ചു. 16-ാമത്തെ വാക്യം വായിച്ചോട്ടെ. ഏതാണ് ഈ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ കിട്ടിയിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നടക്കുക. ബാക്കിയുള്ള വാങ്ങി വായിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം. സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. അപ്പൊ കുറിക്കൊള്ളുവാനും അനുകരിക്കാനും ആരാണ്? എന്നെ അനുകരിപ്പിൻ, ഞങ്ങളെ അനുകരിപ്പിൻ, അപ്പോസ്തലന്മാരെ അനുകരിപ്പിൻ. അവർ സാക്ഷ്യപ്പെടുത്തിയ വ്യക്തികളുണ്ട്, അവരെ അനുകരിപ്പിൻ. ദേമാസിനെ അനുകരിക്കാൻ പാടില്ല. എന്താ കാര്യം? ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്ക പോയി കള്ളക്കച്ചവടം ചെയ്യാൻ പോയി. എല്ലാവരും ഇപ്പൊ കള്ളക്കച്ചവടം ചെയ്യാൻ പോവുക. തീർച്ചയായിട്ടും ഭിത്തി തിന്നുക. നോ, ഞങ്ങളെ അനുകരിക്കുക. ഞങ്ങൾ കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുക. അടുത്ത ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു അനേകർ. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ എനിമി ഓഫ് ക്രൈസ്റ്റ്, ക്രൂശിന്റെ ശത്രുക്കളാണ് കൂടുതൽ. ദൈവവചനത്തിന്റെ നിർമ്മല സത്യങ്ങളെ കാറ്റിൽ പറത്തി വചനത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ചു കളഞ്ഞ് വചനവിരുദ്ധമായ ഉപദേശങ്ങൾ ചെയ്ത് ക്രൂശിന്റെ ശത്രുക്കളായി അനേകർ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പുതിയ നിയമസഭ മറന്നു കളയരുതേ. ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് കരഞ്ഞും കൊണ്ട് പറയും. പൗലൂസ് എന്ത് ചെയ്യുക? ഇവിടെ കരയുക. പൗലൂസ് കരയുന്നു. ഞാനും കരയാറുണ്ട്. ചുമ്മാ പറയല്ലേ ഇത്. ഇവരെ ഓർത്ത് കരയുക. ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞ് തന്നിഷ്ടപ്രകാരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവർ ഓർത്ത് നമുക്ക് കരയുക. ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, ഭൗതികമായ അനുഗ്രഹങ്ങളെ വാരിക്കോരി പ്രസംഗിക്കുക, അതെല്ലാം വചനവിരുദ്ധമാണ്. അവർ ക്രൂശിന്റെ ശത്രുക്കളാണ്. അവരെ ഓർത്ത് നമുക്ക് കരയാം. അടുത്ത
കരഞ്ഞുകൊണ്ട് പറയുന്നു, ആ അവരുടെ അവസാനം നാശം, അവർക്ക് നാശം തന്നെയാ, നരകം തന്നെയാ, യാതൊരു സംശയമില്ല. അടുത്ത അവരുടെ ദൈവം വയറ്. അതാ വിഷയം. ഉപജീവന മാർഗം പ്രസംഗിച്ച്, റേറ്റ് പറഞ്ഞ് പ്രസംഗിച്ച്, ഞങ്ങൾക്ക് ഇത്ര തരണം, ഇത്ര തരണം, ഇത്ര തരണം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അവർ ക്രൂശിന്റെ ശത്രുക്കളാണെന്ന് പെന്തക്കോ സമൂഹമേ ഇനിയെങ്കിലും മനസ്സിലാക്ക്, അല്ലെങ്കിൽ വലിയ ചതി പോയിപ്പെടും. ഒത്തിരി പേരുടെ പേരുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ലജ്ജിക്കുന്നു അവരെ ഓർത്ത്. റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാർ, ഹല്ലേലൂയ, അവർ ക്രൂശിന്റെ ശത്രുക്കളാണ്. അടുത്ത വായിക്കാം, വായിച്ചു നിർത്താൻ പോകും. അവിടെ അവസാനം നാശം, അവിടെ ദൈവം വയറ്, ഉപജീവനമാർഗം. അപ്പൊ ഒന്ന്, അവരുടെ ദൈവം വയറ്, ലജ്ജയായാലും അവർക്ക് മാനം തോന്നുന്നു, ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. 3 കാര്യങ്ങൾ, ക്രൂശിന്റെ ശത്രുക്കൾക്കുള്ള 3 കാര്യങ്ങൾ. അവരുടെ ദൈവം വയറ്, ഉപജീവന മാർഗം, ലജ്ജയായാലും അവർക്ക് മാനം തോന്നുന്നു. ഈ ലജ്ജയായാലും മാനം തോന്നുന്നു പറഞ്ഞാൽ, ഞാൻ എറണാകുളം പട്ടണത്തിലെ ഒരു പ്രസിദ്ധനായ പാസ്റ്റർ, അദ്ദേഹം ഇന്ന് ലോകത്തില്ല, മരിച്ചു മാറ്റപ്പെട്ടു. ഒരു വലിയ മീറ്റിംഗ് നടത്തി, ഞാനൊരു മൂലയിൽ പോയി. അയ്യോ, പ്രസംഗിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു അടവ് നയം എന്താണ്? എല്ലാവരും പേഴ്സ് എടുക്കുക, അവരവരുടെ പേഴ്സ് എടുക്കുക, പോക്കറ്റിൽ നിന്ന് എടുക്കുക, ഉയർത്തി പിടിക്കണം. എൻ്റെ സജിപ്പാസ് ഇതെല്ലാം ആത്മീയം വല്ലതും ആണോ? ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്നതിനൊരു ഉദാഹരണം പറയുക. ഈ പേഴ്സ് എടുത്ത് അതിലെ ഏറ്റവും വലിയ നോട്ടെടുത്ത് പൊക്കി പിടിക്കാന്ന് പറഞ്ഞാൽ ലജ്ജിക്കണം ഇത് പറയാൻ. ഇത് ഭൂമിയിലില്ല. പുള്ളി തീപ്പരി പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഞാൻ ഭയപ്പെട്ടു പോയ പുള്ളിയുടെ പ്രസംഗം കേട്ട് ആ പുള്ളി അവസാനം ദ്രവ്യാഗ്രഹിയായി. പുള്ളി മാത്രമല്ല, കേരളക്കരയിലും ഭാരതത്തിലും ആഗോള വ്യാപകമായി നല്ല നല്ല കർത്താവിൻ്റെ ദാസന്മാർ ദ്രവ്യാഗ്രഹം എന്ന പിശാചിനാൽ പിടിപെട്ട് അവരുടെ ആത്മീക ദർശനം നഷ്ടപ്പെടുത്തി അവരെല്ലാം ദൈവകൃപ ചോർത്തിക്കളഞ്ഞവരായിപ്പോയി. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കും ഗതികെട്ട അനുഭവം ഉണ്ടാകും. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. പൊക്കിപ്പിടിച്ച നോട്ട്, അടുത്ത അനൗൺസ്മെന്റ് എന്താണ്? ഒരു കാരണവശാലും അത് പേഴ്സിലിട്ടിരുന്നു. അപ്പോൾ അടുത്തിരുന്നൊരു പെൺകുട്ടി പറയുക, ഇത് പകൽക്കൊള്ള നടത്തുകയാണ്. കൊച്ചുകുട്ടി പകൽക്കൊള്ള. ഹല്ലേലൂയ. ക്യാപ്റ്റൻ ശാമുലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു ഓഫർ ബോക്സ് വയ്ക്കും, 1-2 ബോക്സ്. ഇവിടെ ഒരു ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്. ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നെങ്കിൽ ആ പ്രേരിപ്പിക്കുന്ന ഒരു തുക ആ ബോക്സിലിടാനുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ആരുടെ അടുക്കൽ ചോദിച്ചു വരത്തില്ല. ഈ വേലയിൽ ഭാഗവാക്കുകളാകാം. ചിലർ എന്തെങ്കിലും വേല ചെയ്യുമ്പോൾ ഞാനതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും ക്ലാസ്സിലൊക്കെ ഞാനും ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബോക്സുകളിൽ ഞാൻ നിർലോഭം ധനം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം സന്തോഷമാണ് നമുക്ക്. ദേവദാസൻ വന്ന് വചനം പ്രസംഗിക്കുന്നു, കർത്താവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നു, വിത്തതിക്ക് വേണ്ടി ജനത്തെ ഒരുക്കുന്നു, സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഉപദേശങ്ങൾ പറഞ്ഞ് പത്യോപദേശം കൊണ്ട് ജനത്തെ ഒരുക്കുന്നു. ആ ശുശ്രൂഷയിൽ ഞാനൊരു ചെറിയ പങ്കാളിയായി ചെയ്യാം. അത് ഏറ്റവും മനോഹരമാണ്. അത് ഇതുപോലുള്ള ലജ്ജിക്കണം. പേഴ്സ് പൊക്കുക, പണമെടുക്കുക. ഞങ്ങളുടെ വോളണ്ടറി വരുന്നുണ്ട്, ഒരു കാരണവശാലും അത് പോക്കറ്റിൽ ഇടരുത്. ആ വോളണ്ടറിമാർ കൊണ്ടുവരുന്ന പെട്ടിയിലേക്ക് ഇട്ടേക്കുക. അത് എൻ്റെ ബാങ്കിലേക്കുള്ള കാശാണ്, അത് എൻ്റെ വക ചേർത്ത് പറയുന്നത്. ലജ്ജിക്കണം. ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. ഇങ്ങനെയുള്ള ഹീനമായ കാര്യങ്ങൾ പറയുമ്പോൾ ലജ്ജിക്കണം അവരെ. കർത്താവിൻ്റെ ദാസന്മാർക്കൊരു വിലയുണ്ട്, ഒരു നിലയുണ്ട്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്ന് പുസ്തകത്തിലുണ്ട്. അത് കർത്താവ് തരും. അത് സന്തോഷത്തോടെ സ്വീകരിച്ചു പോവുക. ഇങ്ങനെയുള്ള പതിവ് അത് ക്രൂശിന്റെ ശത്രുക്കളാ. അവരുടെ ദൈവം വയറ്, ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഭൗതിക കാര്യങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ. കൊലോസ്യ ലേഖനം പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. മരിച്ചവരുടെ ജീവൻ ദൈവത്തോടു കൂടി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ആര്? ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവർ. ഇവിടെ ഇതാ പൗലോസ് അതേ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു.
അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് ദൈവമക്കളെ നമ്മുടെ പ്രത്യാശ. യേശുക്രിസ്തു വരും. നമ്മളിപ്പോൾ സ്വർഗീയ പൗരന്മാരാണ്. അമേരിക്കൻ പൗരത്വത്തിന് വേണ്ടിയും മറ്റിതര രാജ്യങ്ങളുടെ പൗരത്വത്തിന് വേണ്ടി തലയറഞ്ഞ് പ്രാർത്ഥിക്കുകയും കിടന്ന് ആലമുറയിട്ട് കരയുകയും ചെയ്യുന്ന ഒത്തിരി വിശ്വാസികളെ എനിക്കറിയാം. എന്തിനാണ് ഈ പങ്കപ്പാട്? നീ ഒരു സ്വർഗീയ പൗരനെങ്കിൽ ആ പൗരത്വം നിനക്ക് പോരെ. സ്വർഗീയ പൗരന്റെ വില എന്താണെന്നറിയണം. എന്താ സ്വർഗീയ പൗരന്റെ വില? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? പറഞ്ഞേ, വായിച്ചേ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എൻ്റെ ഈ ശരീരത്തെ നോക്കി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് രോഗം നിറഞ്ഞ ശരീരമാണ്, പ്രയാസങ്ങളുള്ള ശരീരമാണ്. ഈ ശരീരത്തോട് ഞാൻ പറയും, നിനക്കൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടാനുണ്ട്, നിനക്കൊരു രൂപാന്തരം കിട്ടാനുണ്ട്. അതുകൊണ്ട് അടങ്ങി സന്തോഷമായിട്ടിരുന്നു. അങ്ങോട്ട് പറയണം നമ്മളെ ഓർത്ത്. നമ്മുടെ മരണശേഷം ഈ ശരീരം വിശ്രാമ സ്ഥലത്തേക്ക് പോവുകയും കർത്താവിന്റെ വരവിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ്, പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല. 1 യോഹന്നാൻ 3:2 അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ജീവിക്കാൻ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീർന്നാൽ, ക്രിസ്തു യേശുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായാൽ, മൂന്ന് കാര്യങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്, അവന്റെ 3 കാര്യം. 3നും വാക്യമുണ്ട്. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് കർത്താവിന്റെ രാജ്യത്തിന്റെ അവകാശികളായി തീരുന്നത്. ഞാനതൊരു പാസ്റ്റർമ്മയ്ക്ക് എഴുതി കൊടുക്കാനിടയായിരുന്നു ആ വാക്യം. നമുക്ക് ആ നിലയിൽ ജീവിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് വരുന്ന കാത്തിരിക്കുകയാണ്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തി. ഒന്ന് ചിന്തിച്ച്, സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ലോകത്തുള്ള സകല ഭരണ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കൈതൊടാതൊരു കല്ല് പറഞ്ഞു വരുന്ന ചരിത്രം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നു. അത് യേശുക്രിസ്തുവാണ്. ലോകത്തിന്റെ സകല ഭരണ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ യേശുക്രിസ്തു വരുന്നു. അതിലാണ് ആർക്കാണ് പങ്കാളിത്തം ഉള്ളത്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരോ നമ്മളോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അവർക്കാണ് ഈ അവകാശം കിട്ടുന്നത്. അവർക്കാണ് രൂപാന്തര ശരീരം. അതിനുവേണ്ടിയാണ് പൗലോസ് എന്ത് ചെയ്തത്? ക്രിസ്തുവിനെ നേടണമെന്നുള്ള ആഗ്രഹത്തോടെ, വിശ്വാസത്തോടുള്ള നീതി ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, സ്തോത്രം, കർത്താവിനെ ഇരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയോട് അനുഭവിച്ചറിയണമെന്നുള്ള ആഗ്രഹത്തോടെ, ഇങ്ങനെ വല്ല വിധനയും മരിച്ചുകൂടി എന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അപ്പോസ്തലൻ ജീവിച്ചതിന്റെ കാരണമാണ്. ലഭിച്ചു കഴിഞ്ഞു ഒന്ന് തികഞ്ഞവനായെന്നല്ല, പിടിക്കാമെന്ന് പിന്തുടരുക ചെയ്തു. നമ്മളും അത് തന്നെയായിരിക്കണം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് കറക്റ്റ് 1 മണിക്ക് നമ്മൾ ആമേൻ പറയാൻ പോവാം. എല്ലാവരും അവരവർ തന്നെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, പകൽക്കാലം കേട്ട വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ ഒരു ചെറിയ പഠനം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. പൗലൂസിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെ ഒപ്പിയെടുക്കുവാൻ, പൗലൂസിന്റെ ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹങ്ങളായി തീരുവാൻ, പൗലൂസിന്റെ പ്രാർത്ഥനയും പൗലൂസിന്റെ വചനത്തിന്റെ വെളിപ്പാടുകളും ഞങ്ങൾക്ക് തന്നത് ഞങ്ങളും അങ്ങനെ തന്നെ ആയിത്തീരുക. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാണ്. കർത്താവിൻ്റെ ദാസനെ അനുകരിക്കുവാനും ക്രിസ്തുവിനെ അനുകരിക്കുവാനും ഞങ്ങൾക്ക് ഈ വചനത്തിലൂടെ കർത്താവ് വചനം വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. ആ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അതിനനുസരിച്ച് അടിയന് ജീവിക്കുവാനും പ്രിയപ്പെട്ടവർക്ക് ജീവിക്കുവാനും കർത്താവ് കൃപ കൊടുക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന, ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിനുള്ള കൃപ ധാരാളമായി പകർന്നു കൊടുത്താട്ടെ. സർവമഹത്വവും പിതാവേ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർണോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗം കാവലും കൂട്ടായ്മയും നമ്മോടും ആ പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവരെ
എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്തെന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിന്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. മാറാനാഥ. താങ്ക് യു.